അപ്പം നമ്മുടെ വീട്ടിലും വന്നിട്ട് ഒരു വിളിക്കാതെ ഒരു അതിഥി വേറെ ആരുമല്ല, പാമ്പാണ്. പാമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളൊന്നും അല്ല. ഇത് മലമ്പാമ്പാണ്. എവിടെ നിന്ന് വന്നെന്നൊന്നും ഒരു നിശ്ചയമില്ല. പിന്നെ ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നേ പിന്നെ മിക്കയിടത്തും അത് കാണുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര പേടിയായിരുന്നു. പേടിയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പലതും കേട്ടിട്ടുണ്ടല്ലോ, ആൾക്കാരെ വിഴുങ്ങുക, ചുറ്റി വരിക, ഇതിൻ്റെ സ്ഥിരം പണി അതാണല്ലോ. അപ്പോൾ നമുക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ടേ ഭയങ്കര ടെൻഷനാണ്. വീട്ടിലെല്ലാവർക്കും ടെൻഷനാണ്. സാധാ പാമ്പാണെങ്കിൽ നമുക്ക് എന്താ പറയുക, കണ്ട് കണ്ട് ശീലമുണ്ട് എന്ന് പറയാം. ഇത് ഈ ഒരു പാമ്പായത് കാരണം എവിടെ നിന്ന് വന്നു, ഇനി വല്ലതും വേറെ ഇരിക്കുന്നുണ്ടാവും, അവിടെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു ചിന്ത, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നേ. പിന്നെ നമ്മൾ ഓൺലൈനിൽ നമ്പർ നോക്കി വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഓരോരോ നമ്പറുകൾ തരുവാണ്. അതായത് ഇപ്പം അടുത്തടുത്തുള്ള ആളെ കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ നമ്പർ മാറി മാറി നമുക്ക് തന്ന് അയാൾ വിളിച്ച്, അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത നമ്പർ തന്ന് പിന്നെ വേറെ ആൾ വിളിച്ചു, അങ്ങനെ വിളിച്ച് അവസാനം 5ാമത്തെ നമ്പർ തന്ന് ഇപ്പോൾ ചേട്ടനെ കിട്ടിയത് കേട്ടോ. അജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനെ. അപ്പോൾ ആ ചേട്ടനെ വിളിച്ചപ്പോൾ ആ ചേട്ടൻ പുളിഞ്ചോടുണ്ട്, പക്ഷെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇക്ക പോയി വണ്ടി കൊണ്ട് പോയി ആളെ വിളിച്ചുകൊണ്ട് വന്നേ പിന്നെയാണ് കേട്ടോ ഇവിടുത്തെ. പക്ഷെ അതുവരെ ഞങ്ങൾ ഇത് പോകാതെ നോക്കിയിരിക്കുമായിരുന്നു, കാവലിരിക്കുമായിരുന്നു. വേറെ എവിടേക്കെങ്കിലും കയറിപ്പോയാൽ നമുക്കറിയാൻ പറ്റില്ല. ഇതിപ്പോൾ കണ്ടത് തന്നെ മഹാഭാഗ്യമാണ്. നമുക്ക് ലവ് ബേർഡ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ വന്ന് ഇങ്ങനെ നീളത്തിൽ കിടക്കുമായിരുന്നു നമ്മുടെ തിണ്ണയിൽ. ഇത് സമയം 11 മണി കഴിഞ്ഞ പിന്നെയാണ് കേട്ടോ സംഭവം. അത്ര നേരം നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് 11 മണിക്ക് 10:45 കറണ്ട് വന്നേ. നമ്മളിപ്പോൾ അതിന് ശേഷമാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് 11:15 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വാപ്പം പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ തിണ്ണയിൽ നീളത്തിൽ കിടക്കുക. നീളത്തിൽ കിടന്നപ്പോൾ വാപ്പ ആദ്യം വിചാരിച്ചു കോലാണെന്നേ. പിന്നെ നോക്കിയപ്പോൾ പൂച്ചകൾ 2 ഇങ്ങനെ അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡൗട്ടായി വാപ്പാക്ക്. അപ്പോൾ വാപ്പ പോയി ടോർച്ച് എടുത്തുകൊണ്ട് വന്ന് അടിച്ചു നോക്കിയപ്പോഴാണ് ഇത് പതിയെ ഇങ്ങനെ അഴഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോൾ. നമ്മൾ താഴേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വിറകൊക്കെ കൂട്ടി വെച്ചേക്കുന്ന സ്ഥലമുണ്ട്. മഴയായത് കാരണം ഷീറ്റിട്ട് വിറക് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോയി. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് ഇതിനെ കാവലിരിക്കുമായിരുന്നു ഇത്ര നേരം. അത് കഴിഞ്ഞ് 12:15 ആയപ്പോഴാട്ടോ ഈ ചേട്ടനെ കിട്ടിയത്. പിന്നെ ഈ ചേട്ടൻ വന്ന് അതിനെടുത്ത് ഇതുപോലെ ചാക്കിലൊക്കെ ആക്കി. അത് കഴിഞ്ഞേ പിന്നെ ഒന്ന് സമാധാനമായി. അപ്പം നമുക്കൊരു ഡൗട്ട് വരുമല്ലോ സ്വാഭാവികമായിട്ടും, ഇനി ഇതിൻ്റെ വേറെ ആരെങ്കിലുമൊക്കെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ഇത് ഒറ്റക്കൊറ്റക്കാണ് നടക്കുന്നത്, അതുകൊണ്ട് വേറെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയാണ് സമാധാനമായി. പിന്നെ ചോദിച്ചു ഇതിങ്ങനെ നമ്മളെ ചുറ്റൊക്കെ ചെയ്യില്ലെന്ന് ചോദിച്ചപ്പോൾ ചേട്ടനൊരു കാര്യം പറഞ്ഞു. നാട്ടിൽ കാണുന്ന പെരുമ്പാമ്പ് നമ്മളെ ചുറ്റയും വിഴുങ്ങൊന്നുമില്ല, അതിപ്പോൾ എലീനെയും അതേപോലെ തവളേനെയൊക്കെ വിഴുങ്ങത്തുള്ളൂ. കാട്ടിലുള്ള മലമ്പാമ്പാണ് വിഴുങ്ങുന്നതെന്ന്. അത് കേട്ടപ്പോൾ ഒരു സമാധാനമൊക്കെ ആയി. എന്നാലും പേടി മാറില്ലല്ലോ നമുക്ക്. പിന്നെ നമ്മൾ ആ ചേട്ടന് ചായയൊക്കെ കൊടുത്തു. വെള്ളം ചായ വേണമെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ കൊടുത്തു. പിന്നെ തിരിച്ചു കൊണ്ടുപോയി വീണ്ടും ഇക്കാക്ക് പുളിഞ്ചോട് ആക്കി കൊടുത്തു. അപ്പോൾ ആ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ ഇതെവിടെ കൊണ്ടുപോയി വെക്കുമെന്ന് ചോദിച്ചപ്പോൾ പറയാം കേട്ടോ, വേറെ 4 വീട്ടിലിരിപ്പുണ്ട്, അതിൻ്റെ കൂടെ കൊണ്ടുപോയി വെക്കുമെന്ന്. സമ്മതിക്കണമല്ലേ.